നമാസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. തനി 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 നാടൻ. നമ്മുടെയൊക്കെ വീടുകളിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ഉമ്മാമാർ, എനിക്ക് 6 ഉമ്മാമാരുണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. അവർ കുക്ക് ചെയ്തിട്ടുള്ള ഒരു തനി നാടൻ ഡിഷാണ്. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് പെട്ടെന്ന് അതിന് ആവശ്യമായ കുറച്ച് നെത്തോലി കിട്ടിയപ്പോൾ തോന്നി ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നെത്തോലി മാങ്ങാക്കറി, അതിലേക്ക് ആവശ്യമായി കുറച്ച് നെത്തോലിയുടെ സീസൺ അല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് മാത്രമാണ് ഈ കുറച്ച് നെത്തോലി സംഘടിപ്പിച്ചത്. ആ നെത്തോലിയെ നല്ലതുപോലെ വാഷ് ചെയ്ത്, ഈ നെത്തോലി വാഷ് ചെയ്യുമ്പോഴത്തേക്കുള്ള ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ കല്ലുപ്പുണ്ടല്ലോ, കല്ലുപ്പ് വെച്ച് നല്ലതുപോലെ അതിൽ പുരട്ടി വാഷ് ചെയ്താൽ അതിന്റെ ചിതമ്പലും ആ സ്മെല്ലും എല്ലാം മാറും കേട്ടോ. അതുപോലെ വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലിയാണിത്. ഈ നെത്തോലിയാണ് ഈ മാങ്ങ കൂട്ടാൻ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിനേക്കാൾ ബെസ്റ്റ് കുഞ്ഞു നെത്തോലി ഉണ്ടല്ലോ, നമ്മളെ കുഞ്ഞു നെത്തോലിപ്പൊടി, അതാണ് ഇതിനേക്കാൾ ടേസ്റ്റ് ഈ മാങ്ങ കൂട്ടാൻ. സാധാരണ ഒരു നാടൻ കറിയാണ് കേട്ടോ. എൻ്റെ ഉമ്മാമാരുടെ മെയിൻ ഡിഷുകളിൽ ഒന്നായിരുന്നു. പണ്ട് ചെറുതിലേ മുതൽ ഞാൻ കാണുന്ന, നമ്മൾ കഴിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കറിയാണ്. ആ ഇഷ്ടം എൻ്റെ മക്കൾക്കും ഇപ്പോഴും ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇതിലേക്ക് ഏറ്റവും പ്രധാനം അറിയാലോ, നെത്തോലി മാങ്ങ എന്ന് പറയുമ്പോഴേ അറിയാലോ, പ്രധാനം ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മാങ്ങയാണ്. ഇത് ഒരു മീഡിയം സൈസ് 2 മാങ്ങ ഫുള്ള് സ്ലൈസ് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. മാങ്ങയുടെ പുളിപ്പ് ആ നെത്തോലിയിൽ ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ആ ടേസ്റ്റിൽ മുന്നിട്ട് നിൽക്കണം. അതുകൊണ്ട് മാങ്ങ മാക്സിമം കൂട്ടിയിടുക. 2 മാങ്ങ ഞാൻ ഫുൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു തേങ്ങയുടെ, വലിയൊരു തേങ്ങയുടെ ഒരു ഫുൾ പോർഷൻ തേങ്ങ, ഒരു 5 ചെറിയ ഉള്ളി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഓക്കെ, ഞാനൊരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അറിയാലോ, നമ്മളെ നാടൻ ഡിഷസിനെല്ലാം നമ്മൾ കുക്ക് ചെയ്യേണ്ടത് മൺചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ്. അതിലേക്ക് നമ്മൾ ഈ വാഷ് ചെയ്ത് വെച്ചിരുന്ന നെത്തോലി ആദ്യം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ മാങ്ങയും കൂടെ ഇടണം. ഓക്കെ, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കുക കേട്ടോ, അളവ് കറക്റ്റ് നോക്കുക. ഇങ്ങനത്തെ ഈ ഒരു ബൗളിലെ വെള്ളമാണ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വേകണം കേട്ടോ. മാങ്ങയും നെത്തോലിയും കൂടി നല്ലതുപോലെ വെന്തതിന് ശേഷം വേണം നമ്മൾ ആ തേങ്ങയുടെ കൂട്ട് നല്ല സ്മാഷായിട്ട് അരച്ച് ഇതിൽ ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നെത്തോലിയും മാങ്ങയും കണ്ടോ ഒരുവിധം കുക്കായിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരച്ച് വെച്ച കണ്ടോ നല്ല സ്മാഷായിട്ട് അരയ്ക്കണം കേട്ടോ. ഒരു ആവിയിൽ നിന്ന് അരയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി അല്ല, നല്ല സ്മാഷായിട്ട് അരയ്ക്കണം. ആ അരച്ച അരപ്പിനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയം ഉപ്പൊക്കെ കറക്റ്റ് നോക്കണം കേട്ടോ, അളവുണ്ട്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റാണ്. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നോക്കുക. ഇതിന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് ഫ്ലെയിം ഇത്തിരി കൂട്ടി, പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫ്ലെയിം കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. കുക്കായിട്ടുണ്ട്. ഇത്ര കൺസിസ്റ്റൻസി വേണം കേട്ടോ, ഇത്രയെങ്കിലും വേണം കേട്ടോ ഗ്രേവി. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ പെരുകി കഴിക്കാൻ ഇത്ര തന്നെ വേണം. ഇതിനേക്കാൾ നിങ്ങൾക്ക് ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ചുകൂടി പറ്റിക്കാം. ഇതിൽ പച്ചമുളകോ കറിവേപ്പിലയോ ഒന്നും നമ്മൾ ഇടാറില്ല. അത് നിങ്ങൾക്കിടാൻ നിർബന്ധമാണെങ്കിൽ യൂസ് ചെയ്യാം. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി, ഇത് നിർബന്ധമല്ല കേട്ടോ, ഒരു മണത്തിനായിട്ട് ഞാൻ ചേർക്കുന്നതേ ഉള്ളൂ. ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഒരു ഈസി മെത്തേഡ് കൂടി പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഇതെല്ലാം കൂടി, നമുക്കിപ്പോൾ ടൈമിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ കൂട്ടുകളെല്ലാം കൂടി ഒരുമിച്ച് ഉപ്പ് സഹിതം ചേർത്ത് കുക്കറിലിട്ട് 2 വിസിലടിച്ചാൽ സംഭവം ഇതുപോലെ ആവും. ഇതേപോലെ ആവും കേട്ടോ.
പിന്നെ ആ ചട്ടിയിൽ വെക്കുന്ന ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമേ നിങ്ങൾക്ക് ചട്ടിയിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ നെത്തോലി, മാങ്ങ, ഈ തേങ്ങാടെ കൂട്ട്, ഉപ്പ് എല്ലാം കൂടി ഒരുമിച്ച് കുക്കറിലിട്ട് 2 വിസിലടിക്കുമ്പോഴത്തേക്ക് ഇതേ സെയിം മാങ്ങാക്കൂട്ടാൻ നമുക്ക് കിട്ടും. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ തൽക്കാലം ഇന്നത്തെ നമ്മുടെ നെത്തോലി മാങ്ങാക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അത് ഒരു ചെറിയ രീതിയിൽ സെർവ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷായ നമ്മുടെ നെത്തോലി മാങ്ങ കൂട്ടാൻ കഴിക്കുന്ന കോമ്പിനേഷൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട്. ആ നെത്തോലി മാങ്ങ കൂട്ടാൻ ഇതിലോട്ട് ഇടുക. കുറച്ച് ചക്ക കിട്ടിയായിരുന്നു കേട്ടോ. ചക്ക, മത്തി, നമ്മുടെ അവർ ഓൺ മത്തി ഫ്രൈ, പിന്നെ നമ്മുടെ നാടൻ രീതിയിൽ ഞാൻ ആക്കിയ പുളിയാണ് കേട്ടോ. നാടൻ പുളി, മത്തിയുടെ പുളിയാണ്. ഇതെല്ലാം കൂടി ചേർത്ത ഇന്നത്തെ നമ്മുടെ ലഞ്ച്. ഇതിൻ്റെ കൂടെ ചീര തോരനും കൂടി വെക്കണമെന്നുണ്ടായിരുന്നു, സമയപരിമിതി മൂലം വെക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിനെ ഒന്ന് കഴിച്ച് നമുക്ക് നോക്കാം. കുറച്ച് റൈസും പുളിയും ചക്കയും നമ്മുടെ അവർ ഓൺ മാങ്ങ, ഇടയ്ക്ക് ഇങ്ങനെ മാങ്ങ സ്ലൈസ് ആയിട്ട് കിടക്കും കേട്ടോ, ചെറുതായിട്ട് കിടക്കും. അത് ഭയങ്കര ടേസ്റ്റാണ്. അതും കൂടി ഇങ്ങനെ ഉടച്ച് കേട്ടോ, ഇങ്ങനെ ഉടച്ച് നമ്മുടെ മത്തിയും കൂടി എടുത്ത് ആക്കി സൂപ്പർ കോമ്പിനേഷനാണ്. മാങ്ങാക്കൂട്ടാൻ, ചക്കക്കൂട്ടാൻ, പുളി, മത്തിച്ചള ഇട്ടുള്ള പുളി, മത്തി ഫ്രൈ. വേറെ മീനായാലും കുഴപ്പമില്ല കേട്ടാ. ഇന്നലെ കിട്ടിയത് മത്തി ആയതുകൊണ്ട് മത്തി മേടിച്ചത്. ഇതൊക്കെ സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. കഴിക്കാൻ വേറെ ആരും ഇടാത്തതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും.